ഹായ്. അപ്പോൾ നമുക്കിന്ന് ഞെട്ടർക്കടവ് സൈറ്റിലെ കോൺക്രീറ്റ് ആണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ പിക്ചറും നമ്മുടെ പ്ലാനും എല്ലാം നമ്മുടെ കയ്യിൽ സെറ്റാണ്. പണിക്കാരവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മെറ്റീരിയൽസ് എല്ലാം അവൈലബിലിറ്റി നമ്മൾ ഉറപ്പാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി അവിടെ ചെന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് കണ്ണേട്ടനവിടെ ഉണ്ട്. അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് വൈകിയേക്കാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയാം. ഓക്കെ. നമ്മളിവിടെ ഇതിൻ്റെ ജോലിയായിട്ട് നമ്മളിവിടെ 8 എണ്ണം വേണ്ടി 12 എണ്ണത്തിൽ 16 എണ്ണത്തിൽ കമ്പികളാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ നമുക്ക് ഈ വരുന്ന അവിടെ അതേപോലെ ആ സൈഡിലൊക്കെ നമുക്ക് പില്ലർ വരുന്നുണ്ട്. അതുപോലെ കമ്പി എന്ന് പറയുന്നത് മേലിലേക്ക് വരുന്ന, അതായത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുന്ന പ്ലാന്റിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ചേഞ്ച് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്നതാണ് കൺസീൽഡ് ബീം എന്ന് പറയുന്നത്. ഈ കൺസീൽഡ് ബീം കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ 16 mm കമ്പി വെച്ചിട്ട് നമ്മൾ കൺസീൽഡ് ബീം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പോർഷൻസ് നമ്മൾ താഴ്ത്തി കൊടുത്തിട്ടുണ്ട്. അതായത് 2 പോർഷൻസാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അത്രയും പോർഷൻസ് മേലേക്ക് വരുമ്പോൾ അത്രയും പോർഷൻസ് ബാത്റൂമിന് താഴ്ത്തി നമ്മൾ കൊടുക്കുമ്പോൾ വാട്ടർ, അതായത് വെള്ളത്തിൻ്റെ ഫ്ലോയിങ് കറക്റ്റായിട്ട്, അതുപോലെ തന്നെ ഫ്ലോറിങ്ങിലേക്ക് വെള്ളത്തിൻ്റെ കയറ്റം ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ എവിടേക്കാണ് ഫാന് ഈ സംഭവങ്ങളൊക്കെ വരുന്നത് നമ്മൾ വയറിൻ്റെ പൈപ്പ് ഇട്ട് കൊടുക്കുന്നത്. അത് ഈ ഒരു സമയത്ത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ കമ്പി കട്ട് നേരെ മുന്നോടിയായിട്ട്, അതായത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് പലക അടിച്ചതിന് ശേഷം നമ്മൾ വയറിങ്ങേര് വന്നിട്ട് ഇതിനകത്ത് പൈപ്പ് ഇട്ട് കൊടുക്കും. അതായത് ഓരോ റൂമിലും ഇത്ര പോയിന്റുകൾ കൊടുക്കണം. ഫാന്, LED ലൈറ്റ്, അതുപോലെ തന്നെ ഫുഡുകൾ, ഈ സാധനങ്ങളെല്ലാം നമ്മൾ പോയിന്റ് ചെയ്യും. അതിന് ശേഷമാണ് നമ്മൾ കറക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. മനസ്സിലായോ? പിന്നെ അതേപോലെ തന്നെ നമ്മളിതിനകത്ത് നമ്മുടെ പ്ലാനിനകത്ത് കൃത്യമായിട്ട് അതിൻ്റെ ലേഔട്ട് കാണിച്ചിരിക്കും. നമുക്ക് ഏകദേശം ഏത് മോഡലിലാണ് വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും. പണിക്കാർക്ക് അതാത് സമയത്ത് എവിടേക്കാണ് സ്ലോപ്പിങ്, എവിടേക്കാണ് പില്ലർ വരുന്നത് കൃത്യമായിട്ട് കാണിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു അവയർനെസ്സോട് കൂടിയിട്ടാണ് നമ്മൾ സൈറ്റിലേക്ക് എത്തുന്നത്. അതിനുശേഷം നമ്മൾ പണിക്കാർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഡബിൾ ഹൈറ്റ് വരുന്നത് നമ്മുടെ ഷോപ്പിൽ സാധാരണ ടൈപ്പിലുള്ള ചെയറാണ് വരുന്നതെങ്കിൽ നമ്മൾ ഈ സമയത്ത് തന്നെ അവിടെ ഈ ഒരു കോൺക്രീറ്റിൻ്റെ സമയത്ത് തന്നെ നമ്മൾ ചെയ്തിരിക്കും. പക്ഷെ നമ്മളതപ്പോൾ ചെയ്യാമെന്നാണ് നമ്മൾ കോളി ചെയ്യുന്നത്, അതായത് സ്റ്റെയർകേസ് ചെയ്യുന്നത് മോഡൽ മാറ്റിയായതുകൊണ്ട് നമുക്ക് വെച്ചതിന് ശേഷമാണ് നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മളത് അവിടെ പെൻഡിങ് വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമുക്ക് വലിയ പറയുന്ന ഓരോ സ്റ്റേജസും നടക്കുമ്പോഴും നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യും. ഇങ്ങനത്തോടുള്ള നീളം വരുന്നത് 300ആണ്, 3 മീറ്ററാണ്. അപ്പോൾ ഇത് 3 മീറ്റർ ഇതിലേക്കാണ് വരുന്നത്. താഴത്തെ ചുമരാണിത്. ഇനിയിപ്പോൾ മുകളിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെയാണ് ചുമരെടുക്കുന്നത്. 360ആണ് കൊടുക്കുന്നത്.